അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുമെന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ഒരു സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ ഈ സമയമാകുമ്പോഴേക്ക് 6 അടി മണ്ണിലേക്ക് നമ്മുടെ മയ്യത്ത് ഇറക്കി വച്ചിട്ടുണ്ടായിരിക്കും. ആ ഖബറിലും തുടർന്നുള്ള ജീവിതത്തിലും നമുക്ക് ഉപകരിക്കൽ നമ്മുടെ കർമ്മങ്ങൾ മാത്രമായിരിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യത്ബഉൽ മയ്യിത സലാസത്തുൻ, 3 കാര്യങ്ങൾ മയ്യിത്തിനെ അനുഗമിക്കും. ഫയർജു ഇസ്നാൻ, 2 മടങ്ങി വരും. വയബ്ഖാ മഅഹു വാഹിദുൻ, അവൻ്റെ കൂടെ 1 മാത്രം ബാക്കിയാകും. യത്ബഉഹു അഹ്ലുഹു വ മാലുഹു വ അമലുഹു, അവൻ്റെ കുടുംബവും അവൻ്റെ സമ്പത്തും അവൻ്റെ അമലും ആ മയ്യത്തിനെ അനുഗമിക്കുമ്പോൾ ഫയർജു അഹ്ലുഹു വ മാലുഹു, അവൻ്റെ കുടുംബവും അവൻ്റെ ധനവും അത് തിരിച്ചു പോരും. വയബ്ഖാ അമലുഹു, അവൻ്റെ അമല് മാത്രം ബാക്കിയാകും എന്നതാണ്. ഖബറിൽ മനുഷ്യർ പ്രയാസപ്പെടുന്നൊരു ഘട്ടമാണുള്ളത്. വിശ്വാസികൾക്ക് അവിടെ പ്രത്യേകമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിലക്കുള്ള അനുഗ്രഹങ്ങളും ചൊരിയും. സത്യവിശ്വാസിയായ ആൾ ഖബറിൽ വെച്ച് സുന്ദരമായ രൂപം കാണുമ്പോൾ ചോദിക്കും, ആരാണ് നീ? അപ്പോൾ അയാൾ പറയും, അന അമലുക സാലിഹ്, ഞാൻ നിൻ്റെ സൽപ്രവർത്തനമാകുന്നു എന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് റമളാൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ 2 ആളുകൾ ഒരേ സമയം ഇസ്ലാം സ്വീകരിച്ചു. മഹാനായ സ്വഹാബി തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരിക്കലൊരു സ്വപ്നം കാണുകയാണ്. ഈ ഇസ്ലാം സ്വീകരിച്ച 2 ആളുകളിൽ യുദ്ധത്തിൽ ഷഹീദായ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് സ്വാഭാവികമായി മരണം വരിച്ച വ്യക്തിയാകുന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയം അദ്ദേഹം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ചോദിച്ചത്, അയാൾ മറ്റേയാളേക്കാൾ 1 വർഷം കൂടി അധികം ജീവിച്ചിട്ടില്ലേ എന്നാണ്. അഥവാ ഒരു റമളാനിന് കൂടി ഇയാൾ സാക്ഷ്യം വഹിച്ച് ഷഹീദിൻ്റെ പദവിയേക്കാൾ വലിയ പദവി സൽക്കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ അയാൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. അള്ളാഹു എന്തിനാണ് നമ്മളെ പടച്ചത്? ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ദുനിയാവിൽ ചെയ്യാറുണ്ട്. പല വിനോദങ്ങളിലും നമ്മൾ ഏർപ്പെടാറുണ്ട്. പല ഹലാലായ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്.
എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? അള്ളാഹു നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്നാണ്. അത് ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചത് എന്തിനാണ്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്ന പരീക്ഷണമാണ്. ആലോചിക്കണം, ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമോക്ഷമാണ്. ആ പരലോകമോക്ഷത്തിന് ഏറ്റവും അനിവാര്യം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മുടെ ചിന്ത ദുനിയാവിൻ്റെ ചിന്തകൾ മാത്രമാണ്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നമസ്കാരമെന്ന ഇബാദത്ത് ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ ദുനിയാവിൻ്റെ കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അള്ളാഹ് നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹിനെ ആരാധിക്കുവാനാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വ്യത്യസ്ത ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറക്കുവാൻ നമുക്ക് സാധിക്കും. ചെറിയ ചെറിയ സമയത്തിനുള്ളിൽ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. സൂറത്തുൽ ഇഖ്ലാസ് വിശുദ്ധ ഖുർആനിൻ്റെ 3-1. ആ സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നത് സ്വർഗത്തിലെ നിധിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലാവുന്ന നമുക്കെല്ലാം മനപ്പാടമുള്ളൊരു ദിക്റാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നത് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ ഏറ്റവും എളുപ്പവും മീസാനിലേറെ ഭാരവും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതുമാകുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കെലിമത്തുകളാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കെലിമത്തുകളാണ്. സ്വർഗത്തിലെ ചെടികളാണ് എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു അക്ഷരം പാരായണം ചെയ്താൽ മിനിമം 10 പ്രതിഫലം ലഭിക്കും. ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും സ്വതക്കയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദിക്റുകൾ ഉരുവിടൽ സ്വതക്കയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ ചീള് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും വ്യത്യസ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും. 1 മിനിറ്റ് കൊണ്ട് 3-4 സൂറത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒന്ന് സമയമെടുത്താൽ അദ്കാറു സ്വബാഹ് നമുക്ക് ചൊല്ലി തീർക്കാം. അതുപോലെ തന്നെ അദ്കാറുൽ മസാഹ് നമുക്ക് ചൊല്ലി തീർക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് പഠിപ്പിക്കപ്പെട്ട ആയത്തുകളും പ്രാർത്ഥനകളും സൂറത്തുകളും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാം. ഇങ്ങനെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് റമളാനിൻ്റെ ഈ സന്ദർഭങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കുവാൻ നമുക്ക് സാധിക്കണം. അത്താഴ സമയങ്ങളിൽ ഇസ്തിഗ്ഫാർ തേടുന്നവരാണ് വിശ്വാസികളെന്ന് അല്ലാഹു പറയുന്നുണ്ട്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാറുകൾക്ക് വേണ്ടി ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അള്ളാഹുവോട് പൊറുക്കൽ തേടുവാൻ ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. നോമ്പുകാരൻ്റെ പ്രാർത്ഥന പ്രത്യേകമായി ഉത്തരം ലഭിക്കപ്പെടുന്നതാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോമ്പുകാരെന്ന നിലയ്ക്ക് നമുക്ക് അള്ളാഹുവോട് ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ വ്യത്യസ്ത അമലുകൾ കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ സാധിക്കണം. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ പ്രവർത്തിക്കാനല്ല നാം കൽപ്പിക്കപ്പെട്ടത്,
മറിച്ച് സ്വർഗത്തിന്റെ പ്രവർത്തനങ്ങൾ, സ്വർഗം ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അങ്ങനെ ജീവിക്കാനാണ്. അതിനിടയിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മൾ സ്വർഗത്തിലാണ്. നമുക്ക് സ്വർഗം എത്തുന്നത് വരെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു കൊണ്ടിരുന്നാൽ മതി. അതിനിടയ്ക്ക് അള്ളാഹു നമുക്ക് എപ്പോഴാണോ മരണം വിധിക്കുന്നത് അപ്പോൾ നമ്മൾ മരിച്ചു പിരിയാണെങ്കിൽ പിന്നെ എല്ലാം എളുപ്പമാണ്. മരണത്തോടു കൂടി പിന്നെ ഖബറിലും ഉയർത്തെഴുന്നേൽപ്പ് നാളിലും പിന്നെ എല്ലാം എളുപ്പമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. ഒരു മനുഷ്യൻ മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കാൻ അല്പസമയം ഇരിക്കുന്നത് പോലെ മാത്രമാണ് ഞാനും ഈ ദുനിയാവും തമ്മിലെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ, നീ ദുനിയാവിൽ അപരിചിതനായ ഒരു വ്യക്തിയെപ്പോലെയോ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ മാത്രമാണ്. ഒരു ബസ് സ്റ്റോപ്പിലോ ഒരു റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ നിൽക്കുന്ന ഒരാൾ അടുത്ത വാഹനം വരുമ്പോൾ അവിടെ നിന്ന് കയറണമെന്ന ഉദ്ദേശത്തോടു കൂടി നിൽക്കുന്നത് പോലെ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, പരലോകത്ത് സുഖസുന്ദരമായി ജീവിക്കാനാണെന്ന തിരിച്ചറിവോടുകൂടി ഈ റമളാനിൻ്റെ രാപ്പകലുകൾ സൽക്കർമ്മങ്ങളിൽ മുഴുകുവാൻ നമുക്ക് സാധിക്കണം. അത് വിശുദ്ധ ഖുർആൻ പാരായണമാകാം, സ്വതക്കയാവാം, ദിക്റുകളാകാം, അങ്ങനെ പല രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ കർമ്മവും നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമാണ്. ഏതൊരു ചെറിയ നന്മ നമ്മൾ ചെയ്യുമ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അത് ഇഷ്ടമാണ്. എത്ര ചെറിയ തിന്മയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഏറ്റവും വലിയവനായ റബ്ബിന് അത് വെറുപ്പാണ് എന്ന തിരിച്ചറിവ് കൂടി സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല നമുക്കെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على محمد وعلى آل محمد والحمد لله رب العالمين.